ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് ഷാൻ എന്നാണ്. ഞാനൊരു പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് ഫിഷിംഗ് ബേർഡ്സ്. അതായത് ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട് ഫിഷിങ്ങിനെ പറ്റി. പക്ഷേ ഞാനിത് തുടങ്ങിയത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ 8th പഠിക്കുന്ന സമയത്ത് ഞാൻ ഷൈൻ ശശി, ടിം ടി തോമസ്, പിന്നെ ഞങ്ങൾ ഈ ഗ്രൂപ്പ് 8th പഠിക്കുമ്പോൾ ഷൈനാണ് ഈ ആശയമായിട്ട് ഞാൻ എടുത്തിട്ട് വന്നത്. അതായത് അവൻ്റെ വീട്ടിൽ പടുതാക്കുളമുണ്ട്. പടുതാക്കുളത്തിൽ കുറേ ഗപ്പിയും ഏഞ്ചലും കാർപ്പ്, റെഡ് ഷോട്ടയിൽ അങ്ങനെ കുറേ മീനുകളുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് അവൻ്റെ കാണിച്ചപ്പോൾ ഞങ്ങളോട് ക്രേസ് ആയിപ്പോയി. അപ്പോൾ ഞാൻ ഏറ്റുമാനാണ് വീട്. ഞാൻ പഠിച്ചത് കുമാരല്ലൂരുമാണ്, കുമാർ DVHSൽ. ഈ DVHSലോട്ട് ഞങ്ങൾ ഇതൊക്കെ മീൻ പിടിക്കാൻ പോകുന്നതിനാന്ന് വെച്ചാൽ ഭയങ്കര രസമാണ്, ഭയങ്കര അഡ്വഞ്ചറാണ്. ഇപ്പോൾ ഇരുന്നപ്പോൾ അത് ഓർത്ത്, അതാണ് ഞാൻ ഈ ചാനൽ തുടങ്ങാനുള്ള കാരണം തന്നെ. പഴയ നൊസ്റ്റാൾജിയൊക്കെ ഒന്ന് പുതുക്കാന്ന് ഓർത്ത്. അതായത് ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ചിങ് ടൈമുണ്ട്, 1 o'clock ലഞ്ച് ബ്രേക്കാണ്. ആ ടൈം 10 minutes കൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടം നീലിമംഗലം വരെ. അതായത് ഞങ്ങളൊരു 10-15 minute കൊണ്ട് ഓടിയെത്തും. അതായത് അതൊരു വലിയ അഡ്വഞ്ചർ തന്നെയാണ്. നീലമംഗലത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ അക്വേറിയത്തിൻ്റെ അവിടെ നിന്ന് കുമാലിൽ നിന്ന് അക്വേറിയം വരെ ചെല്ലാൻ ഒരു 10 minute വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്. ഞങ്ങളൊരു 5 minute കൊണ്ട് ഓടിയെത്തും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ അപ്പുറത്തൊരു റെയിൽവേ ബ്രിഡ്ജ് ഉണ്ട്. ആ റെയിൽവേ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് വേണം ഈ പറയുന്ന അക്വേറിയത്തോട്ട് പോകാനായിട്ട് നീലമംഗലത്ത്. അപ്പോൾ അവിടെ ചിലപ്പോൾ ഞങ്ങൾക്ക് പേടിയാണ് കാരണം അത് ട്രെയിൻ വന്നു കഴിഞ്ഞാൽ വെള്ളത്തിലോട്ട് ചാടുമല്ല, വേറെ ഒരു ഓപ്ഷൻസും ഇല്ല. അപ്പം ഫ്രണ്ട്സ് പറയും ചെവി വെച്ച് നോക്കണം പാളത്ത്, സൗണ്ട് ഉണ്ടെങ്കിൽ ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ സൗണ്ട് വരുമെന്ന് പറയും. ഞങ്ങൾ അങ്ങനെയൊക്കെ ചെവിയൊക്കെ വെച്ച് നോക്കും. അപ്പോൾ സൗണ്ടൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഒറ്റ ഓട്ടമാണ് ആ ബ്രിഡ്ജ്, റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഞങ്ങൾ ക്രോസ് ചെയ്യും. പിന്നെ കുട്ടികൾക്ക് ഇതൊന്നും അനുകരിക്കില്ല കേട്ടോ. ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ പണ്ടത്തെ നടന്ന ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഡേഞ്ചറാണ്, അങ്ങനെ ചെയ്യരുത്. ഇപ്പം ഒരു അവയർനെസ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളത് അപ്പുറം പോയിട്ട് അവിടെ പോയിട്ട് ഗപ്പിയും 8th പഠിക്കുമ്പോൾ വന്നു ഇത് മേടിച്ചുകൊണ്ട് വീട്ടിൽ വരും. സ്കൂളിൽ വരും. തിരിച്ച് സ്കൂളിൽ വന്നിട്ട് നേരെ തിരിച്ച് പിന്നെ കുമാരിൽ നിന്ന് ബസ് ഈ ബാഗിനകത്ത് വീർത്തിരിക്കും. ഇപ്പം ഈ മീനെല്ലാം കൂടെ പൊതിഞ്ഞ് തരുമ്പോഴേ ഒരു വലിയൊരു ചലം വീർത്തിരിക്കും. അപ്പം ഞങ്ങൾക്ക് ഹോട്ടലുണ്ട് ആ സമയത്ത്, ഏറ്റുമാർ ചൈത്ര ഹോട്ടലുണ്ടെന്ന്. അപ്പോൾ അവിടെ വരുമ്പം വീട് തിരിച്ചു വരുമ്പോൾ ഞാൻ അവിടെ കയറി കാപ്പിയൊക്കെ കുടിച്ചിട്ടൊക്കെയാണ് വീട്ടിലോട്ട് ചെല്ലുന്നത്. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പം ബാഗ് വീർത്തിരിക്കുമ്പം കൊച്ചുണ്ട്, സേനകൊച്ചൻ പതുക്കെ ചോദിക്കും, ഇതെന്നാണ് ബാഗിനകത്ത് ഇരിക്കുന്നതെന്ന് ചോദിക്കും. നീ അവിടെ തുറന്നു നോക്കിയപ്പം സാധാരണ പിള്ളേർ പഠിക്കാൻ പോയിട്ട് വരുമ്പോൾ ബുക്കല്ല ഇരിക്കുന്നത്. ഞാൻ പഠിക്കാൻ പോയിട്ട് വരുമ്പോൾ മീനും ഗോൾഡ് ഫിഷൊക്കെയാണ്. ഒക്കെ ആദ്യം ഞാനത് വഴക്കൊക്കെ പറയുമോ, ഒന്നും പറഞ്ഞൊന്നുമില്ല. പിന്നെ ഞാനത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു ചെറിയൊരു കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നോ, അതിനകത്താണ് ഞാൻ മീനെ വളർത്തിയത്. അതിനകത്ത് ഒരുപാടുണ്ടായിരുന്നു. ഗപ്പികൾ, പിന്നെ ഏഞ്ചല്, റെഡ് ഷോട്ടയിൽ, കാർപ്പ്, ബ്ലാക്ക് മോളി, ഗോൾഡ് ഫിഷ്, ഒരു ഭയങ്കര വെറൈറ്റി ആയിരുന്നു. അത് പിന്നെ ക്രൈസായി. ഇപ്പൊ ഈ ഷൈൻ ശശിയാണ് മെയിൻ ആള്. ഇപ്പം കണ്ടില്ല, ഒരുപാട് ചാനൽസ് കണ്ടിട്ടില്ല ഈ ഫിഷിംഗ് ഫ്രീക്സ്, ഒരുപാട് പേര്. ഇവര് ഇപ്പോഴല്ലേ തുടങ്ങിയത്, ഇത് ശരിക്കും ഞങ്ങളാണ് തുടങ്ങിയത്. ഈ ആശയം കൊണ്ടുവന്ന് ഞങ്ങൾ ഈ ഷൈൻ്റെ വീട്ടിൽ ഇതുവരെ ഒരുപാട് മീനുണ്ട്. അപ്പം ഞങ്ങൾ പിന്നെ കുറേയൊക്കെ പോകുമ്പോൾ ബ്രീഡായി കഴിയുമ്പോൾ പിന്നെ ഇത് ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യും. കുറച്ചുകൊണ്ട് അവന് കൊടുക്കും, അവൻ എനിക്ക് കുറേ മീൻ കുഞ്ഞുങ്ങളെ തരും, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. അപ്പം അങ്ങനെ ഇതൊക്കെ കണ്ടപ്പോഴാണ് ഇപ്പോഴും ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞ് ഇവരൊക്കെ ചെയ്ത് കാണുമ്പോൾ ഞങ്ങളൊക്കെ ചിരിക്കും. നമ്മളിത് 8th പഠിക്കുമ്പോൾ ചെയ്തതാണ്. അതായത് 8th പഠിക്കുമെന്ന് പറയുമ്പം 97 ഞാൻ 10th പാസ്സാകുന്നത്. അപ്പം ഓർത്തേക്ക് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ചെയ്ത പരിപാടിയാണ് ഞങ്ങൾ. ഏതായാലും അന്ന് കുറച്ചൊക്കെ വീട്ടിലൊക്കെ വഴക്കൊക്കെ പറയും, പഠിക്കും ശ്രദ്ധയിൽ എന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ പറയും. പക്ഷേ ഇന്ന് അതുകൊണ്ട് രക്ഷപ്പെട്ട ആൾക്കാർ ഒത്തിരി ഉണ്ട്. നല്ല കാര്യം. അന്ന് യൂട്യൂബ് ചാനലൊന്നും ഇല്ല, അല്ല ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അന്ന് ഈ ദൃശ്യമാധ്യമങ്ങളൊക്കെ വന്നേനെ. പിന്നെ അതിനെക്കുറിച്ച് അങ്ങനെ ഞാനൊരു പിന്നെ പാടാൻ നൊസ്റ്റാൾജിയാണ്. ഞാനിപ്പം നമ്മളൊരു പുതിയൊരു അഡ്വഞ്ചർ സ്റ്റാർട്ടാക്കി. ഒരുപാട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു യാത്രയും ഒരുപാട് ലക്ഷ്യങ്ങളൊക്കെ ഉള്ള ഓരോരോ കാര്യങ്ങൾ നമ്മൾ സംരംഭം നമ്മൾ ഇടും. ഇപ്പം
എന്താ അതിൽ നിന്നൊക്കെ ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ആ 8th പഠിക്കുന്ന സമയത്തിലോട്ട് പോയിരിക്കുകയാണ്. നമ്മുടെ പഴയ ആ ഓർമ്മയും ആ ബാല്യമൊക്കെ തിരിച്ചു കിട്ടുന്ന ഒരു സന്തോഷമൊക്കെ ഉണ്ട് ഇത് കഴിയുമ്പോൾ. അതുകൊണ്ട് ഞാനും ഒരു കുറച്ച് മീനൊക്കെ മേടിച്ച് ഇങ്ങനെ ചെയ്യുക. ഷാക്വർ എന്ന് പറയും, മനാഫിയൊക്കെ ഇവരൊക്കെ അതിൻ്റെയൊക്കെ അപ്പുറത്തായിരുന്നു ഞങ്ങൾ പണ്ട് മേടിച്ചുകൊണ്ടിരുന്നത്, ഈ നീലമംഗലത്തെ. ഞാൻ ഇന്നലെ പോയി ഒരു സെറ്റ് മീൻ മേടിച്ചായിരുന്നു. ഞാൻ ഇന്ന് പോയി കുറച്ച് മീനൊക്കെ മേടിക്കുന്നുണ്ട്. ആ മീൻ മേടിച്ചിട്ട് പിന്നെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. തൽക്കാലം ഇവിടെ പറയുന്നു ഹായ് ഫ്രം ഷാൻ.